ഹായ് നമസ്കാരം. അങ്ങനെ നമ്മുടെ ധനുഷ് നായകനായിട്ടെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് കര. ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് രാജാണ്. രണ്ടുപേരാണ് ഇതിൻ്റെ റൈറ്റേഴ്സ്. ഒന്ന് വിഘ്നേഷ് രാജും മറ്റൊന്ന് അൽഫ്രീഡ് പ്രകാശുമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. കിടിലൻ സ്ക്രിപ്റ്റാണ്. 1990 കാലഘട്ടമാണ് ഇതിൻ്റെ കഥ പറയുന്നത്. നമ്മുടെ ധനുഷിൻ്റെ നായികയായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ മമിത ബൈജു ആണ്. മമിത ബൈജു ഇപ്പോൾ തമിഴിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. മമിത ബൈജു തമിഴ് സിനിമ ഓഡിയൻസിൻ്റെ ഹൃദയം കീഴടക്കുന്ന ഒരു നായികയായിട്ട് മാറിയിരിക്കുന്ന അടിപൊളി പെർഫോമൻസ് ആണ് നമ്മുടെ മമിത. ഒരു നാട്ടിൻ പുറത്തുകാരിയുടെ ഒരു റോളിലാണ് എത്തുന്നത്. നമ്മുടെ ധനുഷിൻ്റെ ഭാര്യയായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. സെല്ലി എന്നാണ് ഇതിനകത്ത് പുള്ളിക്കാരിയുടെ കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് ഇതിനകത്ത് ഒരു DYSPയുടെ റോളിലാണ് എത്തുന്നത്. കിടിലം പെർഫോമൻസ് ഉണ്ടാവും, വേറെ ലെവലെന്ന് പറയാം. കാരണം ഇപ്പം മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് നടീനടന്മാർ ഇപ്പം തമിഴ് സിനിമയിൽ പോയി കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരതൻ എന്ന് പറയുന്ന DYSPയുടെ ഒരു റോളാണ്. വളരെ എടുത്തു പറയേണ്ടത് മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ KS രവികുമാർ, നമ്മുടെ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള KS രവികുമാർ. ഒരുപാട് സിനിമയിൽ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റോളാണ്. നമ്മുടെ ധനുഷിൻ്റെ അച്ഛൻ ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. കിടിലം പെർഫോമൻസ് കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മുടെ ധനുഷും പുള്ളിക്കാരനുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടല്ലോ, ഒരു ഇമോഷണൽ രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ നിന്നുള്ള നമ്മുടെ ജയറാമാണ്. ജയറാം ഇതിനകത്തൊരു ബാങ്ക് മാനേജർ റോളിലെത്തുന്നു. നമ്മുടെ ജയറാം കൂളായിട്ട് സിമ്പിളായിട്ട് ആ ഒരു ക്യാരക്ടർ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശാണ്. കിടിലം മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും 1990 കാലഘട്ടവും ആ ഒരു പിന്നെ രീതിയിലുള്ള ആ ഒരു മേക്കിംഗ് ഒക്കെ കിഡുമായിട്ട് തന്നെ ഇതിനകത്ത് എഡിറ്റർ ശ്രീജിത്താണ്. തന്നെ കാരസ്വാമി എന്നാണ് അതിനകത്ത് പുള്ളിയുടെ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ഒരു ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അത് അവസാനം വരെ നമ്മളെ ഇങ്ങനെ ത്രില്ലടിപ്പിച്ചിങ്ങനെ കൊണ്ടുപോകും. അത് തിയേറ്ററിൽ വന്നിരുന്ന് നമുക്ക് ഒട്ടും ലാഗടിപ്പിക്കാതെ, നമ്മളെ ബോറടിപ്പിക്കാതെ ഗംഭീരമാണ്. പല സീനിലും നമ്മൾ ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. എസ്പെഷ്യലി ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ആണ്. സുരാജ് ആയാലും ജയറാം ആണെങ്കിലും KS രവികുമാർ, മമിത ബൈജു, ധനുഷ്, ഇവരുടെയൊക്കെ പെർഫോമൻസിനാണ് ഇതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടം, കാരണം ഇത്തരം സിനിമകൾ, ഇത്തരം കഥകൾ തമിഴിൽ മാത്രമേ നമുക്ക് സാധാരണ കാണാൻ സാധിക്കത്തുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സിനിമ തന്നെയാണ്. അപ്പം സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എനിക്കെന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടു, അടിപൊളി.